ാണെന്ന് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു മന്ത്രി അങ്ങ് ഗുജറാത്തിന് പോയി. ഗുജറാത്തിൽ ചെന്ന് ഈ മന്ത്രിയുടെ ഒരു കൂട്ടുകാരൻ മന്ത്രി ഇവിടെ ഉണ്ടായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ വീടൊക്കെ കണ്ടപ്പോൾ നമ്മുടെ മന്ത്രി ഞെട്ടിപ്പോയി. ഭയങ്കര ഒരു മണിമന്ദിരമൊക്കെയാണ്. അപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, എന്താണ് നിങ്ങളുടെ വിജയത്തിൻ്റെ രഹസ്യം, എങ്ങനെ നിങ്ങൾക്ക് സമ്പാദിക്കാൻ സാധിച്ചെന്ന് നമ്മുടെ മന്ത്രി ചോദിച്ചു. അപ്പോൾ അവിടുത്തെ മന്ത്രി പറഞ്ഞു, സുഹൃത്തെ, വികസനം കൊണ്ടാണ് എനിക്കിതൊക്കെ നേടാൻ സാധിച്ചത്. നിങ്ങൾ ആ ഫ്ലൈ ഓവർ കണ്ടോ, നിങ്ങൾ ആ വഴി കണ്ടോ, നിങ്ങൾ ആ എയർപോർട്ട് കണ്ടോ, അതുപോലുള്ള സംഭവങ്ങൾ ഞാൻ പണിതപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ചെറിയ മിച്ചം വെച്ച പൈസ കൊണ്ടാണ് എനിക്കും വികസിക്കാൻ പറ്റിയെന്ന് പറഞ്ഞു. നമ്മുടെ മന്ത്രി തിരിച്ചു പോന്നു. വർഷങ്ങൾക്ക് ശേഷം ഈ മന്ത്രി നമ്മുടെ മന്ത്രിയെ കാണാൻ വേണ്ടി നാട്ടിലെത്തിയപ്പോൾ ഇതിൻ്റെ 10 ഇരട്ടി വലിപ്പമുള്ളൊരു വീടാണ് നമ്മുടെ മന്ത്രി വെച്ചിരിക്കുന്നത്. അതെങ്ങനെയാണെന്ന് മറ്റേ മന്ത്രി ചോദിച്ചപ്പോൾ നമ്മുടെ മന്ത്രി പറഞ്ഞു, നിങ്ങൾ ആ എയർപോർട്ട് കണ്ടോ? കണ്ടില്ല. നിങ്ങൾ ആ പാലം കണ്ടോ, ആ ഫ്ലൈ ഓവർ കണ്ടോ? ഇതൊന്നും നമ്മുടെ ഗുജറാത്തിലെ മന്ത്രി കണ്ടില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, സുഹൃത്തെ, അതെല്ലാമാണ് എൻ്റെ ഈ വീടെന്ന് പറഞ്ഞു. ഇതാണ് നമ്മുടെ കേരളത്തിലെ അവസ്ഥ. അപ്പോൾ നമ്മുടെ ഉമ്മൻചാണ്ടി സാറ് എമർജിങ് കേരള എന്ന പരിപാടിയിൽ അദ്ദേഹത്തോട് ചോദിച്ചു, സാർ, ശരിക്കും എമർജിങ് കേരള കൊണ്ട് താങ്കൾ ഉദ്ദേശിക്കുന്നതാണ്? അപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, അതായത് കേരളത്തിന്റെ പരമാവധി സാധ്യത പ്രയോജനപ്പെടുത്തിക്കൊണ്ട് എമർജിങ് കേരള പോലുള്ള പദ്ധതികൾ ഇവിടെ കൊണ്ടുവരികയാണെങ്കിൽ കേരളത്തിൽ നിന്ന് നമ്മളെ വിട്ടുപോയ ബ്രിട്ടീഷുകാരെ പോലുള്ള നമ്മുടെ കാരണവന്മാർക്ക് തീർച്ചയായിട്ടും ഇവിടെ വരാൻ സാധിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇതുപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി കഴിഞ്ഞ ഇടയ്ക്ക് ഒരു ഹിന്ദി പാട്ട് കേട്ടപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കമൻസ്, ഒരു ഹിന്ദി പാട്ട് അദ്ദേഹം കേൾക്കാനായിട്ടുണ്ടായി. ആ പാട്ട് അദ്ദേഹത്തിന് വളരെ കൺഫ്യൂഷൻ ഉണ്ടായി. അദ്ദേഹം ആ പാട്ടിനെ കുറിച്ച് പറഞ്ഞത്, കഴിഞ്ഞ ഇടയ്ക്ക് ഞാൻ ഡൽഹിയിൽ ചെന്നപ്പോൾ അമീർ ഖാൻ്റെ ഗജനി എന്ന പാട്ട് കേൾക്കാറുണ്ട്. ഗജനി എന്ന ചിത്രത്തിലെ മേരി അധൂരി പ്യാസ് പ്യാസ് എന്ന ഗാനം കേൾക്കാനിടയായി. സത്യത്തിൽ എന്താണ് ഇതിൻ്റെ അർത്ഥം? മേരി അത് ഊരിയെന്ന് പറഞ്ഞു. മേരി എന്താണ് ഊരിയതെന്ന് ആ പാട്ടിൽ എവിടെയും വ്യക്തമാക്കിയിട്ടില്ല. അതുകൊണ്ട് എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായി. നന്ദി, നമസ്കാരം. ഇനി നമ്മുടെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ പാലയിലെ KM മാണി സാർ ഇവിടെ എത്തിയാണ്. അപ്പോൾ മാണി സാറിനെ സംബന്ധിച്ചിടത്തോളം പരക്കൊരാശയവുമുണ്ട്. മാണി സാറിന് പാലയോടാണ് താല്പര്യം. കൂടുതൽ പാലയ്ക്കാണ് അദ്ദേഹം കൊടുക്കുന്നതെന്ന് പറയുന്നുണ്ട്. ഏതായാലും നമ്മുടെ മാണി സാറിൻ്റെ ആ ബഡ്ജറ്റിൻ്റെ ഓപ്പോസിറ്റ് പ്രസംഗം അദ്ദേഹം ബഡ്ജറ്റിൽ പറഞ്ഞു, അങ്ങനെയൊന്നും ഇല്ലയെന്ന് പറഞ്ഞു. എന്താണെന്ന് നമുക്കൊന്ന് കേൾക്കാം. ഇന്ന് കേരളത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്, എല്ലാവരും പറഞ്ഞു ഞാൻ എല്ലാം പാലായിക്കൊണ്ടോ എന്ന്. എന്നതാ ഞാൻ പാലായിക്കൊണ്ട്? എന്തോന്നാ ഞാൻ പാലായിക്കൊണ്ട്? പാലായിലെ മീനച്ചിലാറോട് ഒരു കപ്പൽ വരണമെന്ന് ഞാൻ പറഞ്ഞു, ഒരു ആക്ഷേപമാണോ? അതൊരു തെറ്റാണോ? പാലായിക്കൊരു അന്താരാഷ്ട്ര വിമാനത്താവളം വേണമെന്ന് ഞാൻ പറഞ്ഞൊരു ആക്ഷേപമാണോ? അതൊരു തെറ്റാണോ? ഇന്ന് കേരളത്തിൻ്റെ ഏറ്റവും വലിയ സുരക്ഷാ ഭീഷണി എന്ന് പറയുന്നത് ശ്രീപത്മനാഭനും നിധിയും. അതിന് ഞാൻ പരിഹാരം കൊണ്ടുവരും. മറ്റൊന്നുമല്ല, ശ്രീപത്മനാഭനെ നിധിയും എടുത്തു നേരെ പാലായിലേക്ക് കൊണ്ട് സ്ഥാപിക്കുക. താങ്ക് യു. ഇനിയും ചില പൊടിക്കൈകളുമായിട്ട് ഞങ്ങൾ വീണ്ടും വരുന്നതാണ്. നന്ദി, നമസ്കാരം. താങ്ക് യു. നല്ലൊരു കൈയ്യടി കൊടുക്കാം സന്തോഷേട്ടനെ. ഇനി വീണ്ടും വേദിയിലേക്ക് അടുത്ത കലാകാരനെ സ്വാഗതം ചെയ്യുകയാണ്. മിമിക്രിയെ സ്നേഹിച്ച് ആലപ്പുഴയിൽ നിന്നും കൊച്ചിക്ക് വണ്ടി കയറി കൊച്ചിൻ ഹരിശ്രീ എന്ന മിമിക്രി ട്രൂപ്പിലൂടെ തൻ്റേതായ നല്ല പ്രകടനം കൊണ്ട് ഒരുപാട് വേദികളിലും TV ഷോകളിലും CD പ്രോഗ്രാമുകളിലും ശ്രദ്ധേയനായ കലാകാരൻ, ഇപ്പോൾ ഏറെ ജനപ്രീതി ആർജിച്ച വോഡാഫോൺ കോമഡി സ്റ്റാർസിലെ VIP ടീമിലെ നെടുംതൂണെന്ന് വിശേഷിപ്പിക്കാവുന്ന കലാകാരൻ രാജേഷ് തിരുവമ്പാടിയെ സ്വാഗതം ചെയ്യാം ഒരു നല്ല കൈയടിയോടുകൂടി. രാജേഷ്. പ്രിയമുള്ളവരെ, നമസ്കാരം. അജീഷ്, താങ്ക്സ്. SMCയുടെ ക്രിസ്മസ് ന്യൂ ഇയർ ആഘോഷത്തിന് ഞങ്ങൾക്കും നിങ്ങളുടെ കൂടെ പങ്കുചേരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിലുപരി വോഡാഫോൺ കോമഡി സ്റ്റാർസിൻ്റെ ഫൈനലാണ്. എൻ്റെ ഒരു കൊച്ചു വീടാണ്. ആ വീട്ടിൽ നിന്ന് എനിക്ക് ഫ്ലാറ്റിൽ പോയി കിടക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്.
അതുകൊണ്ട് നിങ്ങളെല്ലാം SMS അയക്കാൻ മറക്കരുത് VIP-ക്ക്. എന്തായാലും ഞാനിവിടെ വന്നപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടത് കൊച്ചു കുട്ടികൾ വരെ വളരെ ഭംഗിയായിട്ട് മലയാളം പറയുന്നത്, വളരെ ഭംഗിയായിട്ട് നമ്മുടെ നാട്ടിലുള്ള പറയുന്നതിനെക്കാട്ടി വളരെ ഭംഗിയായിട്ട് മലയാളം പറയുന്നത് ഞാൻ കേട്ടു. ഒരുപാട് സന്തോഷമുണ്ട്. കാരണം വിദേശ മലയാളികൾ എവിടെയാണെന്ന് പറഞ്ഞാലും മലയാളി മലയാളത്തെ സ്നേഹിക്കുന്നു, മലയാളം മണ്ണിനെ സ്നേഹിക്കുന്നു എന്നറിയുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിവിടെ വന്നപ്പോൾ വിചാരിച്ചതാണ് മലയാളത്തെക്കുറിച്ച്, മലയാളികളെക്കുറിച്ച്, മ എന്ന അക്ഷരത്തിൻ്റെ വളരെ മഹാത്മ്യത്തെക്കുറിച്ച് 2 വാക്ക് നിങ്ങളോട് സംസാരിക്കണമെന്ന്. എന്തായാലും ഞാനിത് വോഡാഫോൺ കോമഡി സ്റ്റാർസിൽ ബസ്സിൻ്റെ സ്കിറ്റിൽ കുറച്ച് ചെയ്തതാണ്. നിങ്ങൾ നേരത്തെ കേട്ടിട്ടുണ്ടാവാം. എങ്കിലും ആ ഒരു ചെറിയ സംഭവം നിങ്ങൾക്ക് വേണ്ടി ഞാനൊന്ന് പറയാം. അപ്പം ഞാനിങ്ങനെ പറയുന്ന കൂട്ടത്തിൽ ഞാൻ ഇത്തിരി ശ്വാസമെടുക്കും. ആ ശ്വാസമെടുക്കുന്ന സമയത്ത് നിങ്ങളുടെ നിറഞ്ഞ കൈയടിയായിരിക്കും എൻ്റെ ഊർജം. ഓക്കെ അല്ലേ? പറയട്ടെ. മ എന്ന അക്ഷരത്തിന്റെ മഹാത്മ്യത്തെക്കുറിച്ച് മലയാളികളുടെ മൊഴിയാണ് മകാരം മാത്യു. 56 അക്ഷരങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട അക്ഷരമാണ് മലയാളിയുടെ മക്കളെ മ. അമ്മ, ഉമ്മ, അമ്മൂമ്മ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അവരുടെ അങ്ങനെ മൊത്തത്തിലുണ്ട് മ. ശരീരത്തിന്റെ പ്രധാന അവയവങ്ങളെല്ലാം തന്നെ മായാണ്. മാറമുതുകു, മന്ന്, മസ്തിഷ്കം, മുടി, മൂക്കുമിട്ട്, മനസ്സ്, ഇതിലൊക്കെ തന്നെ മായില്ലേ. മായുടെ മഹാത്മ്യത്തെക്കുറിച്ച് മൊഴിയുമ്പോൾ ആദ്യം മനസ്സിലോടിയുന്ന മണ്ണിലെ മൂലകങ്ങൾ മങ്ങടാതെ കത്തിടാൻ മണ്ണൊലിപ്പ് തടയാൻ മരങ്ങൾ വേണം. മരമില്ലെന്നാൽ പിന്നെ മഴയില്ലാതായി മാറും, മഴയില്ലെന്നാൽ പിന്നെ മണ്ണിലെ മോശം. മരങ്ങളെ മുറിക്കുന്ന മരങ്ങളുടെ കാര്യക്കണ്ണിൽ മാനുഷാത ചൊല്ലുമ്പോൾ മാറ്റി നിർത്തണം. മരങ്ങളെ ലാളിക്ക് വേണം, മരങ്ങളെ വളർത്തണം. മരമഹോത്സവത്തിനായി മറക്ക വേണമെന്നല്ല, മാനിക്ക് വേണമെന്നാണ്. മരം മൂട്ടിൽ നിന്നും മനന്നേതവളും മക്കളെ മനുഷ്യനാ സിദ്ധാർത്ഥൻ മഹാത്മാവായിട്ട് മറന്നത്. അപ്പം മണ്ണും മനുഷ്യനും മനസ്സും നമ്മളെ മാപെന്ന് നോക്കൂ. MAN മാൻ എന്ന് പറഞ്ഞാൽ മനുഷ്യനെന്ന് പറയുന്നു. M തുടങ്ങി M അവസാനിക്കുന്നു മലയാളം. MA അല്ലേ, വയ്യ അല്ലേ എം. അതുപോലെ എത്ര വാക്കുകളാണ് മക്കളെ എമ്മിലും മായി മുഖാമുഖം മുട്ടുന്നത്. മാൻ, മാങ്കോ, മെലം, മന്ത്, മാസ്ക്, മാച്ച്, മാടം, മകനാൻ വിറ്റ്, മാറോ, മാങ്കിൽ, ഇതിനൊക്കെ മലയാളം നോക്കൂ. മാൻ, മനുഷ്യൻ, മാങ്കോ, മാങ്ങ, മെലം, മത്തങ്ങ, മന്ത്, മാസം, മാർക്ക്, മുദ്ര, മൈൻഡ്, മനസ്സ്, മാസ്ക്, മൂമ്മടി, മാച്ച്, മത്സരം, മാറോ, മകൾ, മകനാൻ വിറ്റ്, മഹാമനസ്സകം. മാത്രമല്ല മഞ്ചേശ്വരം മുതൽ മലബാർ, മലപ്പുറം, മാന്നാർ, മൂന്നാർ, മാഞ്ചേരി, മട്ടപ്പള്ളി, മാടപ്പള്ളി, മാട്ടപ്പള്ളി, മണ്ഡലഗ്രം, മാവേലിഗ്രം, മലയാറ്റൂർ, മാലാറ്റൂർ, മുതുകുളം, മുഖമ്മ, മൂവാറ്റൂർ, മുടിക്കൽ, മംഗലാപുരം, മാഹി, മാംഗ്ലൂർ, മൈസൂർ, ഇതിലൊക്കെ തന്നെ മായില്ലേ. മായുടെ മഹാത്മ്യത്തെക്കുറിച്ച് മൊഴിയുമ്പോൾ ആദ്യം മനസ്സിലോടിയിരുന്നത് സിനിമയെക്കുറിച്ചാണ്. സിനിമ എന്ന് പറഞ്ഞാൽ മകനെ 2 മാ. സിനിമാ നടന്മാരുടെ യൂണിയനായ അമ്മയിലുണ്ട് 2 കെട്ടിപ്പിടിച്ച മാ. സിനിമാ നടന്മാരെ കുറിച്ച് തന്നെ പറയാം. 3 മായുള്ള മമ്മൂട്ടിയാണ് മലയാള സിനിമയിൽ മിന്നിത്തിളങ്ങുന്ന ഒരു മെഗാ താരം. മധ്യവയസ്കനായി മാതൃകാപുരുഷനായി മാധവനായി മലയാള സിനിമയിൽ മിന്നിത്തിളങ്ങുന്ന മമ്മൂട്ടിയെ മറികടക്കാൻ വേണ്ടി മഞ്ഞിൽ വിരിഞ്ഞ പൂവിലൂടെ മഹാവില്ലനായി മലയാള സിനിമയിലേക്ക് എത്തിയ 1 മായുള്ള മോഹൻലാലിൻ്റെ ഒരു മറിമായമാണ് മലയാള സിനിമ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 3 മായുള്ള മമ്മൂട്ടിയും 1 മായുള്ള മോഹൻലാലുമാണ് മലയാള സിനിമയിൽ മിന്നിത്തിളങ്ങുന്ന 2 മെഗാ താരങ്ങൾ. ഇവരെ കൂടാതെ ഒരുപാട് മകാരക്കാർ മറുനാട്ടിൽ നിന്നും മലയാള നാട്ടിൽ വന്ന് മിന്നിത്തിളങ്ങുന്നുണ്ട്. അവരാരൊക്കെയാണെന്ന് ചോദിച്ചാൽ മധുബാൽ, മധു, മോഹിനി, മാധവ്, മന്ദാകിനി, മനീഷ, മമത, കുൽക്കർണി, മഞ്ജു, മഞ്ജുള, മീനമീൻ, മേനക, മാള, മാമൂക്കയ, മോഹൻലാൽ, മകേഷ്, മാളൂട്ടി, മാമാട്ടി, മച്ചാൻ, മറിസോൽ, കലാഭവൻ, മണി വരെ എത്തി നിൽക്കുന്നു മധുരമനോഹരമായ മാക്കാര്. ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ മായ എന്ന അക്ഷരമാണ് പ്രധാനപ്പെട്ട അക്ഷരം. മായ എന്ന അക്ഷരമില്ലാതെ നമുക്ക് മൊഴിയാൻ പറ്റില്ല. മലയാളികൾക്ക് മലയാളം ഒരിക്കലും മറക്കാനും പറ്റില്ല. എന്തായാലും നിങ്ങളുടെ ഈ പ്രോഗ്രാമിന് വരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിലുപരി ഞങ്ങളെയൊക്കെ ഈ പരിചയപ്പെടുത്തി ഇവിടെ നിൽക്കുന്ന ഈ കലാകാരനെ ഒരിക്കൽ കൂടി ഞാനൊന്ന് പരിചയപ്പെടുത്തുകയാണ്. സിനിമാല എന്ന പ്രോഗ്രാമിലൂടെ മദ്യപാനിയുടെ വേഷവും രൂപവും ഭാവവും എല്ലാം അവതരിപ്പിച്ച് K. രാജീവ് കുമാർ സംവിധാനം ചെയ്ത തത്സമയം പെൺകുട്ടി, ജയരാജ് സാറിൻ്റെ ഡ്രെയിൻ കമഗെയിൻ, അങ്ങനെ ഒരുപാട് സിനിമകൾ അഭിനയിച്ച് ഒരുപാട് പ്രശംസ പിടിച്ചു പറ്റിയ ഞങ്ങളുടെ പ്രിയപ്പെട്ട കലാകാരന് നല്ലൊരു കൈയടി കൊടുക്കണം. അജീഷ് കോട്ടയം. അപ്പോൾ അജീഷ്, എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. അജീഷ് വളരെ ഭംഗിയായിട്ട് നാടൻ പാട്ട് പാടും. അപ്പം നമ്മുടെ SMCAയുടെ ഈ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി ഒരു നല്ല നാടൻ പാട്ട്. നാടൻ പാട്ട് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അല്ലേ? പാടാലോ? ഓക്കെ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട, എല്ലാവർക്കും അറിയാവുന്ന ഒരു പാട്ടാണ് കൈതോല പായ വിരിച്ച് എന്ന് തുടങ്ങുന്ന ഒരു നാടൻ പാട്ട്. അത് ഞങ്ങളുടെ ക്രിസ്മസ് ഗിഫ്റ്റായി, ന്യൂ ഇയർ ഗിഫ്റ്റായി നിങ്ങൾക്ക് നൽകുകയാണ്. എല്ലാവരും കൈയടിക്കണം, പ്രോത്സാഹിപ്പിക്കണം. ഒപ്പം പാടാൻ അറിയാവുന്നവർ പാടണം. പാടില്ലേ? ഓക്കെ ഓക്കെ. കൈതോല പായ വിരിച്ച് പായലൊരു പറ നെല്ല് പൊലിച്ച് കാതുകുത്താൻ ഇപ്പ വരും നിന്നമ്മാവന്മാര് പൊന്നേ. കാതുകുത്താൻ ഇപ്പ വരും നിന്നമ്മാവന്മാര് പൊന്നേ. തങ്ങാടി ഷാപ്പിൽ കയറി പള്ള നിറയെ കള്ളു കുടിച്ച് ചാടിയാടിട്ടെപ്പ വരും നിന്നമ്മാവന്മാര് പൊന്നേ. ആടിയാടിട്ടെപ്പ വരും നിന്നമ്മാവന്മാര് പൊന്നേ.
കാതുരുമ്മിക്കാരമുള്ളോണ്ട് കാതു കുത്തണ നേരം നോവുമ്പോ പച്ചോല നോക്കിയിരുന്നാ മതി എൻ്റെ പൊന്നേ, നോവുമ്പോ പച്ചോല നോക്കിയിരുന്നാ മതി എൻ്റെ പൊന്നേ. കൈതോല പായ വിരിച്ച് പായലൊരു പറ നെല്ല് പൊലിച്ച് കാതുകുത്താൻ എപ്പ വരും നിന്നമ്മാവന്മാര് പൊന്നേ, കാതുകുത്താൻ എപ്പ വരും നിന്നമ്മാവന്മാര് പൊന്നേ. എല്ലാരും കൈയടിക്കണം. കാതുകുത്തി കൈതോല നോക്കുമ്പോ കരച്ചില് മാറിയോട്ടി പൊന്നേ, ഇപ്പൊ കാണാൻ എന്തോ ചന്താടി കുഞ്ഞിച്ചിരുതേകി പെണ്ണേ, ഇപ്പൊ കാണാൻ എന്തൊരു ചന്താടി കുഞ്ഞിച്ചിരുതേകി പെണ്ണേ. കൈതോല പായ വിരിച്ച് പായലൊരു പറ നെല്ല് പൊലിച്ച് കാതുകുത്താൻ എപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ, കാതുകുത്താൻ എപ്പ വരും നിന്റെ അമ്മാവന്മാര് പൊന്നേ. ഷാപ്പില് കേറി പള്ള നിറയെ കള്ളു കുടിച്ച് ചാടിയാടിട്ടപ്പ വരും നിന്നമ്മാവന്മാര് പൊന്നേ, ആടിയാടിട്ടപ്പ വരും നിന്നമ്മാവന്മാര് പൊന്നേ. കൈതോല പായ വിരിച്ച് പായലൊരു പറ നെല്ല് പൊലിച്ച് കാതുകുത്താനെപ്പ വരും നിന്നമ്മാവന്മാര് പൊന്നേ, കാതുകുത്താനെപ്പ വരും നിന്നമ്മാവന്മാര് പൊന്നേ. താങ്ക് യു വെരി മച്ച്. ഇനി ഒരു സ്കിറ്റുമായി വീണ്ടും നമുക്ക് കാണാം. എന്തായിരുന്നു കോമഡി അല്ലേ? എല്ലാവർക്കും ഇഷ്ടമായില്ലേ? അജീഷ് ജോൺ മിമിക്രി, അഭിനയം, പാട്ട്, പാവപ്പെട്ട ബാക്കിയുള്ള കലാകാരന്മാർക്ക് വേണ്ടി കൂടി എന്തെങ്കിലുമൊക്കെ ബാക്കി വെച്ചേക്കണം കേട്ടോ. മാകൊണ്ടുള്ള കളി എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഉമ്മൻചാണ്ടി മേരി അത് ഊരി എല്ലാവർക്കും ഇഷ്ടമായില്ലേ? ഓക്കെ, ഇനി നമുക്കൊരു നല്ല പാട്ട് കേൾക്കാം. ഒരു ഓൾഡ് മെലഡി, സ്വർണ്ണമുകിലേ എന്നുള്ള ഗാനം. എസ് ജാനകി പാടിയ ഈ ഗാനം ആലപിക്കുന്നത് ജൂലിയ അനിലാണ്. ഇത് ഞങ്ങളുടെ കഥ എന്ന മൂവിയിലെ ഈ ഗാനം ആലപിക്കാനായി ജൂലിയയെ ഞാൻ ക്ഷണിച്ചോളൂ.
വേണ്ടി മല്ലു സിംഗ് എന്ന മൂവിയിലെ ചം ചം എന്ന ഗാനവുമായി എത്തുന്നു ചാന്ദിനിയും ജൂലിയയും. चम चम चमक चम 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 चमक चम 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 चमक चम 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 നീ പാടാതെ പാടുന്ന പാട്ടിൽ ഈ ചോളങ്ങൾ
അടുത്ത പാട്ട് ഡാൻസ് കളിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഇവിടെ വന്ന് ഡാൻസ് കളിക്കണം കേട്ടോ. കുട്ടികളെ എല്ലാം വിടുക. ചിക്കിനി ചമേലി എന്ന ഗാനം അഗ്നിപത്ത് എന്ന മൂവിയിലേത് ആലപിക്കുന്നു SMCയുടെ തന്നെ മെമ്പറായ രശ്മി മാത്യു. बिच्छू मेरे नैना बड़ी जहरीली अख मारे, कम से कमरिया साल एक ठुमके से लक मारे। हाय बिच्छू मेरे नैना बड़ी जहरीली अख मारे, कम से कमरिया साल एक ठुमके से लक मारे। नोट हजारों के गुल्ला चुट्टा कराने आई, हुस्न की तीली से बीड़ी छिलक जलाने आई। आई चिकनी चमेली चुपके के बहुआ चढ़ा के आई। आई चिकनी चमेली चुपके के बहुआ चढ़ा के आई। आई चिकनी चमेली चुपके के बहुआ चढ़ा के आई। आई चिकनी चमेली चुपके के बहुआ चढ़ा के आई। Girls in front, please. जंगल में आज मंगल करो, भूखे शेरों से खेलूंगी मैं। मक्खन जैसे हथेली पे चल के अंगारे ले लूंगी मैं। हाय गहरे पानी की मछली हूँ रा, घाट घाट दरिया में घूमी हूँ मैं। तेरी नजरों की लहरों से हाथ पे आज डूबी हूँ मैं। जान ली वो जलवा है, देखने में हलवा है। जान ली वो जलवा है, देखने में हलवा है। प्यार से परोस कभी टूट ले जरा, ये तो ट्रेलर है, पूरी फिल्म दिखाने आई। हुस्न की तीली से बीड़ी छिलक जलाने आई। आई चिकनी चमेली
പൊളിച്ചടിക്കുകയല്ലേ? എല്ലാരും ഡാൻസ് കളിച്ചില്ലേ? അടുത്തതായി കോമഡി സ്കിറ്റ് ആണ്. അജീഷ് ജോണിനെയും ടീമിനെയും ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ഒരു സ്കിറ്റിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമാണെന്ന് മദ്യക്കുപ്പികളിൽ എഴുതി വെച്ചിട്ടുണ്ടെങ്കിലും ഓണം വന്നാലും ക്രിസ്തുമസ് വന്നാലും ഏതാഘോഷം വന്നാലും നമ്മളെല്ലാവരും നന്നായിട്ട് മദ്യപിക്കാറുണ്ട്. ചില മദ്യപാനികളുടെ ചേഷ്ടകൾ കണ്ടു നിൽക്കാൻ വളരെ രസകരമാണ്. ഇവിടെ ഈ ബസ് സ്റ്റോപ്പിൽ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വളരെ രസകരമായ ഒരു മദ്യപാനിയുണ്ട്. നമുക്ക് കാണാം ആ രസകരമായ മദ്യപാനിയുടെ ചേഷ്ടകൾ. ഒരു ബസ് സ്റ്റോപ്പിലെ മദ്യപാനി. കള്ളുടിയാ ആ പയ്യൻ വിളിച്ച കേട്ടോ, കള്ളുകുടിയാന്ന് എന്ന് വെച്ചാൽ ഇവനൊക്കെ ഡെയിലി പാലല്ലേ കുടിക്കുന്നത്. കംപ്ലീറ്റ് നിയമം വന്നേ, കംപ്ലീറ്റ് നിയമം ഇവിടെ ഡീസൽ അടിച്ച് വണ്ടി ഓടിക്കാം, പെട്രോൾ അടിച്ച് വണ്ടി ഓടിക്കാം, ഗ്യാസ് അടിച്ച് വരെ വണ്ടി ഓടിക്കാം. പാവപ്പെട്ടൊരിത്തിരി വെള്ളം അടിച്ച് വണ്ടി ഓടിച്ചാൽ അപ്പം പോലീസ് പിടിക്കും. നമ്മുടെ ലാലേട്ടനെ കൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. പുള്ളി രാവിലെ വന്ന് വെച്ച് പറയും മലബാർ ഗോൾഡിൽ പോയി സ്വർണം മേടിക്കാൻ, ഉച്ച കഴിഞ്ഞ് വന്ന് വെച്ച് പറയും മണപ്പുറത്ത് കൊണ്ടുപോയി പണയം വെക്കാൻ. പണയം വെച്ച കാശുമായിട്ട് ഡീസൻ്റായിട്ട് നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ പുള്ളി ഒന്ന് ചോദിക്കും, വൈകിട്ട് എന്താ പരിപാടി? എന്നാൽ ഒരു ചെറുതടിക്കാമെന്ന് വിചാരിച്ച് സ്മോൾ ഗ്ലാസ്സിനകത്തോട്ട് ഒഴിച്ച് സോഡ ഒഴിക്കാൻ വേണ്ടിയിട്ട് സോഡ എടുക്കാൻ ഫ്രിഡ്ജ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കിനും പുള്ളി ഒന്ന് വെച്ച് പറയും വൈദ്യുതി അമൂല്യമാണ്, അത് പാഴാക്കരുതെന്ന്. പണ്ടൊക്കെ കറണ്ട് അടിച്ചാൽ അപ്പം കാറ്റ് പോകുമായിരുന്നു, ഇപ്പം കാറ്റടിച്ചാൽ മതി അപ്പം കറണ്ട് പോകും. മൈക്കിൾ ജാക്സൺ മരിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഒരു ഡാൻസർ മരിച്ചു പോയില്ലെന്ന്. പക്ഷെ മമ്മൂട്ടി ഡാൻസ് കളിക്കാൻ തുടങ്ങിയപ്പോൾ ആ സങ്കടം മാറി. എന്ത് ചെയ്യാനാന്ന് പറഞ്ഞു. നമ്മുടെ കാര്യത്തിൽ കേരളത്തിലെ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ്. മോനായി, എന്തോ നീ പെട്ടെന്ന് വീട്ടിലേക്ക് അല്ലേ? എന്താ കാര്യം? എടാ നീ പെട്ടെന്ന് വീട്ടിലേക്ക് അല്ല. എന്താ കാര്യം എന്ന് പറയാൻ പറഞ്ഞു. എടാ നീ പെട്ടെന്ന് വീട്ടിലേക്കല്ല പറഞ്ഞു. എന്താ കാര്യം എന്ന് പറയാൻ. എടാ നിന്റെ ഭാര്യ കിണറ്റി വീണെന്ന്. എടാ നിന്റെ ഭാര്യ കിണറ്റി വീണെന്ന്. അത്രേ ഉള്ളായിരുന്നു. ഇവന്റെ വെപ്രാളം പ്രവേശം കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഷാപ്പിലെ കള്ള് തീർന്നു പോയിരുന്നു. കണ്ടോ എനിക്കായി. എടാ നീ ഇതിങ്ങനെ ഈ വെള്ളം അടിച്ചിട്ട് എങ്ങനെ കിടന്ന് ഉറങ്ങുന്നടാ നീ? അതെന്ത് പറ്റി? ഈ മൂക്കുവിന്റെ കേട്ടിട്ടുണ്ടല്ലോ അവര് നല്ലതായിട്ട് കേട്ട് നല്ല കേട്ടാണല്ലോ. എന്റെ കാശ് കൊണ്ടല്ലേ ഇത് എങ്ങനെ കിടന്ന് ഉറങ്ങുന്നത്? എനിക്കാണെങ്കിൽ ഞാനാണ് കള്ളും കുടിക്കത്തില്ല. വീട്ടിൽ ചെന്ന് കിടന്നാൽ തിരിഞ്ഞും മറിഞ്ഞും തിരിഞ്ഞും എത്ര നേരം വേണം ഉറങ്ങണമെങ്കിൽ? ഇതുകൊണ്ടില്ലേ അടിച്ച് മൂക്കുറ്റിയായി നിന്നിട്ട് എങ്ങനെ ഉറങ്ങുന്നതാ നീ? നിന്നെപ്പോലൊന്നുമല്ല ഞാൻ കട്ടില് കണ്ട അപ്പ കിടന്നു പോകും. ആ കട്ടില് കണ്ടാൽ ഞാൻ അപ്പ കിടന്നു പോകും. പക്ഷെ ഈ കട്ടില് കണ്ട് പിടിക്കാൻ ഒരു 3-4 മണിക്കൂർ എടുക്കുന്നുള്ളതേ ഉള്ളൂ. മോനായി, ഒരു കാര്യം ഞാൻ പറഞ്ഞപ്പോ ഓർക്കണം. അതെ, ഇന്നലെ ഉറങ്ങാൻ പറ്റില്ല. ഇന്നലെ തിരിഞ്ഞു ഒരു രക്ഷയില്ലായിരുന്നേ. കൊതുകും കറണ്ടില്ലായിരുന്നു. കറണ്ടില്ലായിരുന്നു. ഉറക്കം ശരിയല്ല. ഇന്നലെ ഉറങ്ങാൻ പറ്റിയില്ല. കറണ്ടില്ലായിരുന്നു. കണക്കായി പോയി. ഞാൻ ശപിക്കുകയാണോ? അതുകൊണ്ടൊന്നുമല്ല. ഒരു അമേരിക്കക്കാരന്റെ വീട്ടിൽ കറണ്ട് പോയ അവൻ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? ഞാൻ അമേരിക്ക പോയിട്ടൊന്നും എനിക്കൊന്നും അറിയത്തൊന്നുമില്ല. അപ്പൊ നീ പറഞ്ഞ കേട്ടാ തോന്നുന്നു ഞാൻ 10 പ്രാവശ്യം അമേരിക്ക പോയിട്ടുള്ളതെന്ന്. ഞാൻ പറയുന്ന കേക്ക്. ഒരു അമേരിക്കക്കാരന്റെ വീട്ടിൽ കറണ്ട് പോയ അവൻ എന്താ ചെയ്യുന്നതെന്ന് അറിയോ? അവൻ അപ്പൊ തന്നെ പവർ ഹൗസിലേക്ക് വിളിച്ചു ചോദിക്കും എന്താ കറണ്ട് പോയെന്ന്. ഒരു ജപ്പാൻകാരന്റെ വീട്ടിൽ കറണ്ട് പോയ അവൻ എന്താ ചെയ്യുന്നതെന്നറിയോ? അപ്പൊ തന്നെ മീറ്റർ ബോക്സ് അഴിച്ചു നോക്കും ഫ്യൂസ് പോയതാണോ. നമ്മുടെ മലയാളികളുടെ വീട്ടിൽ കറണ്ട് പോയാൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്നറിയോ? അപ്പുറത്തെ വീട്ടിലോട്ട് ഒളിഞ്ഞു നോക്കും. എന്നിട്ട് അവിടെ കറണ്ട് പോയിട്ടുണ്ടേ പറയും കുഴപ്പമില്ലടി മൊത്തം പോയതാണ്. 10 പൈസയുടെ പണിയെടുക്കുക. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. പിന്നെ എന്റെ മോനായി, നീ ഇങ്ങനെ കള്ളു കുടിക്കുന്നോണ്ട് നിനക്ക് എന്തെങ്കിലും ഗുണമുണ്ടോ? എന്റെ പൊന്നുമോനെ 3 ഗുണമുള്ള സാധനമാണ് ഞാൻ കഴിക്കുന്നത്. 3 ഗുണം? അതെന്നാ ഗുണം? ഗുണം 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 റം. എടാ അതാണ് 3x റം. അത് ഗുണമല്ല, 3x റം. 3x റം ആണ്. എന്തായാലും എനിക്കിത് കഴിച്ചാൽ 3 ഗുണമുണ്ട്. അതെന്താ? ഒന്നാമത്തെ ഗുണം, വീട്ടിലും നാട്ടിലും കള്ളം കയറത്തില്ല. അത് ശരി. അതെന്നാ കള്ളം കയറുന്നത്? ഇതടിച്ചു നമ്മൾ വീട്ടിലോട്ട് ചെന്നിട്ട് വീട്ടുകാരെയും ചീത്ത വിളിച്ച് നാട്ടുകാരെയും ചീത്ത വിളിച്ച് ഇങ്ങനെ നേരം വിളിപ്പിക്കുന്ന കാരണം കൊണ്ട് ഈ മോഷ്ടിക്കാൻ വരുന്ന കള്ളൻ നമ്മുടെ വീട്ടിൽ നിന്നല്ല നാട്ടിലും ആരും ഉറങ്ങിട്ടില്ലെന്ന് പറഞ്ഞ് തിരിച്ചു പോയിക്കൊള്ളും. രണ്ടാമത്തെ ഗുണം, പാമ്പ് കൊത്തത്തില്ല. പാമ്പ് കൊത്തത്തില്ല? ഇതടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ റൂട്ട് എങ്ങനെയാണെന്നറിയോ? ഇങ്ങനെ പോണ കാരണം കൊണ്ട് ഈ കൊത്താൻ വരുന്ന പാമ്പിന് ഉന്നം തെറ്റി ചമ്മി പൊക്കോളും. ശരിയാ, കറക്റ്റാ. മൂന്നാമത്തെ ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
തലമുടി നരയ്ക്കത്തില്ല. തലമുടി നിരക്കത്തില്ല ആ, എങ്ങനെ തലമുടി നരയ്ക്കത്തില്ല. അതിന് തലമുടി നിരക്കത്തില്ല അതിനു മുമ്പേ നമ്മൾ തട്ടിപ്പോകത്തില്ലേ? മോനായി സംഭവമൊക്കെ ശരിയാണ്, പക്ഷെ എനിക്ക് നിന്നെ ഒന്ന് ഉപദേശിക്കാനുണ്ട്. ഇല്ല. എടാ നീ ഇങ്ങനെ മദ്യപിക്കരുത്, ഇല്ല. മദ്യം ഉപയോഗിക്കരുത്, അത് നിന്റെ ശരീരത്തിന് കേടാണ്, പിന്നെ മദ്യം ദോഷമാണ്, പിന്നെ ഞാൻ എന്ത് ചെയ്യണം? കുടിക്കാൻ പാടില്ല. നിനക്ക് അഥവാ കുടിക്കണമെന്ന് തോന്നുമ്പോ നീ ഒരു കുപ്പി വെള്ളം വാങ്ങിച്ചോ, എന്നിട്ട് നിന്റെ ആവശ്യത്തിന് കുടിച്ചോ. ഒരു ശല്യമില്ല, വെള്ളം കൊണ്ടൊരു ദോഷവും ആവശ്യം കുടിച്ചു. അപ്പൊ മദ്യം അപകടം. മദ്യം ഉപേക്ഷിക്കണം, മദ്യം അപകടമാണ്, മദ്യപിക്കാൻ പാടില്ല. വെള്ളം കുടിക്കണം. വെള്ളം എന്തേലും വെള്ളം കുടിച്ചു, ഒരു ദോഷവും. ഞാൻ ഒരു കാര്യം അങ്ങോട്ട് ചോദിച്ചു. ആ ഇവിടെ മദ്യ ദുരന്തം വന്ന് എത്ര പേര് മരിച്ചു? ആ അതല്ല ഞാൻ പറഞ്ഞത്, മദ്യദുരന്തം വന്നാണ്ട് 60 പേരല്ലേ മരിച്ചു, 60 പേര്. 60 പേര് മരിച്ചു. സുനാമി വന്ന് വെള്ളം കയറി എത്ര പേര് മരിച്ചു? സുനാമി വന്നിട്ട് 4 ലക്ഷം പേരാണ്ട് മരിച്ചില്ലേ? മരിച്ചല്ലോ. ആ. അപ്പൊ ഏതാ അപകടം? ആ ശരി, അപ്പൊ ഏതാ അപകടം? 8ന്റെ പണിയാണോ? ഏ? അങ്ങനെയൊക്കെ മേലെ പറഞ്ഞാൽ ചിലപ്പോൾ മദ്യത്തെ- വെള്ളം അപകട. അപ്പൊ മേലെ അതിന് മദ്യത്തെ കുറ്റം പറയാൻ വന്നേക്കരുത് കേട്ടാ. എടാ നിന്നോട് പറയാൻ വന്ന എന്നെ വേണം തല്ലാനായിട്ട്. അതാണ് അതിന്റെ നിന്നോട് കറക്റ്റ്. അതാണ്. നീ എന്നെ തല്ലിടാ, എന്നെ തല്ലിടാ നീ. ഈ പോയവനെ എനിക്ക് തല്ലാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല, പക്ഷെ ആന ചവിട്ടിക്കൊന്നൊന്നും നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത്, അതിനു വേണ്ടി മാത്രം. ഒരു ക്യാമറ അപ്പുറത്ത് വെക്കണേ, ആ ക്യാമറ എടുത്ത് ഇപ്പുറത്ത് വെക്കണം. മറ്റേ ക്യാമറ ഞാൻ പറയുമ്പോൾ ചലിപ്പിച്ചാൽ മതി. ഈ ക്യാമറ ഇപ്പൊ എന്താ ചെയ്യണ്ടേ? ഈ ക്യാമറ എടുത്ത് എൻ്റെ നെഞ്ചത്തോട്ട് പോയി. ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഞാൻ ചാനലിൽ നിന്ന് വരികയാണ്. അത് നിന്നെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി, എന്ത് നീ ചാകാൻ വേണ്ടിട്ട് വന്നതാണ്. അതല്ല പിന്നെ? ചേട്ടാ, ഏഷ്യാനെറ്റ് സൂര്യ കൈരളിയിൽ നിന്ന് ചേട്ടൻ കേട്ടിട്ടില്ലേ? ഉവ്വ. അതുപോലെ ഒരു ചാനലിൽ നിന്ന് വരികയാണ്. ഞാൻ ഒരു റിയാലിറ്റി ഷോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. സെയിം പിക്ചർ. അതെന്ത്? നീ ചാനലിൽ നിന്ന് റിയാലിറ്റി ഷോ ആയിട്ട് വന്നേക്കുന്നത്, ഞാൻ ബ്യൂറേജിൽ നിന്ന് റിയാലിറ്റി ഷോ ആയിട്ട് വന്നേക്കുന്നത്. നമ്മൾ കറക്റ്റ് ആളിലേക്ക് തന്നെയാണ് വന്നിരിക്കുന്നത് ചേട്ടാ. അതല്ല, ഞങ്ങൾ ഈ ഡാൻസുകാരെ കുറിച്ച്, മിമിക്രിക്കാരെ കുറിച്ച്, അവരെ കുറിച്ചുള്ള റിയാലിറ്റി ഷോ എല്ലാം മാറ്റിവെച്ചു. ഇനി നല്ലൊരു കുടിയനെ കണ്ടെത്താനുള്ള റിയാലിറ്റി ഷോ ഞങ്ങൾ തുടങ്ങുകയാണ്. ആ, ബാക്കിയെല്ലാം തികഞ്ഞ് ഇനി നമ്മുടെ നെഞ്ചത്തോട്ട് കയറാൻ വേണ്ടി വന്നേക്കുക. ചേട്ടാ അതല്ല, പിന്നെ? ഞാൻ കുറെ ചോദ്യങ്ങളൊക്കെ ചേട്ടനെ ചോദിക്കും. ചേട്ടൻ എനിക്ക് ആൻസർ ചെയ്യണം. 25 ലക്ഷം രൂപയുടെ ഒരു ഫ്ലാറ്റ് ചേട്ടന് കിട്ടും. എൻ്റെ പൊന്നുമോനെ, ഫ്ലാറ്റ് ആകാൻ 25 ലക്ഷം രൂപയൊന്നും വേണ്ട. പിന്നെ 25 രൂപയുടെ 3 എണ്ണം പടപടാന്ന് അടിച്ചാൽ മതി. എപ്പോൾ ഫ്ലാറ്റ് ആയെന്ന് ചോദിച്ചാൽ മതി. ഓക്കെ 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 ഓക്കെ. ആദ്യം തന്നെ ഞാൻ ചേട്ടൻ്റെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരട്ടെ. എങ്ങനെ? ചേട്ടാ, ഞാൻ ചേട്ടൻ്റെ ജീവിതത്തിലേക്കൊന്ന് കടന്നു വരട്ടെ എന്ന്. എടാ പുറകെ പോടാടുന്നു. എന്തൊരു നാണോ ഇത്. നീ എൻ്റെ ജീവിതത്തിലോട്ട് കടന്നു വന്നിട്ട് നിന്നെ ഞാൻ എന്നാ ചെയ്യാനാടാ? അയ്യോ ചേട്ടാ അതല്ല, പിന്നെ? ചേട്ടൻ്റെ വീട്ടിലാരൊക്കെയുണ്ട്? കല്യാണം കഴിച്ചാണോ? അതൊക്കെ അറിയാനുള്ളൊരു മോഹം. കല്യാണം കഴിച്ച കല്യാണം കഴിച്ചാണ്. ഭാര്യ ഉഗ്രൻ ആർട്ടിസ്റ്റാ. ആർട്ടിസ്റ്റാണ്? അത് എന്ത്? നല്ല സൂപ്പറായിട്ട് അവള് വരയ്ക്കും. വരയ്ക്കും? നല്ല ഡീസൻ്റ് ആയിട്ട് അവള് വരയ്ക്കും. ആ, നല്ല അടിപൊളിയായിട്ട് അവള് വരയ്ക്കും. എന്നിട്ട് ആ വരച്ച വരൽ എന്നെ പിടിച്ച് നിർത്തുകയും ചെയ്യും. അത് ശരി. ഇപ്പൊ മക്കളുണ്ടോ ചേട്ടാ? മക്കളും 3 പേരാ. ആരൊക്കെയാണ്? ഒരുത്തൻ ഭയങ്കര ഈശ്വരവാദി.